ഹലോ ഗായ്സ്, വെൽക്കം ടു ലിവാസിസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ടും മനോഹരമായ ഒരു അടിപൊളി സുദിനം നേർന്നുകൊണ്ട് നമ്മുടെ ലിവാസിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്രസ് എൻട്രി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ കാനഡയിൽ എന്ത് മൂല്യം അതിന് ഉണ്ട് എന്നും, പിന്നെ കാനഡിയൻ ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ ഈ പുറത്ത് ഉള്ളവർക്ക്, കാനഡയ്ക്ക് പുറത്തുള്ളവർക്ക് എളുപ്പത്തിൽ നമ്മുടെ ഇമിഗ്രേഷനുള്ള യോഗ്യത മനസ്സിലാക്കാൻ സാധിക്കുന്ന ടൂളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തി. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പം തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഡെക്കറേഷനൊന്നുമില്ലാതെ നമുക്കിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്പ്രസ് എൻട്രി എലിജിബിലിറ്റി വഴി നമ്മൾ നമ്മുടെ യോഗ്യത, അതായത് ഇമിഗ്രേഷനുള്ള യോഗ്യത നമ്മൾക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞുല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യത നേടിയതുകൊണ്ട് നമുക്ക് കാനഡയിലേക്ക് വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് PR കിട്ടാൻ സാധ്യത, PR എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസി കാനഡയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഡെക്കറേഷനൊന്നുമില്ലാണ്ട് നമുക്ക് നേരിട്ട് സബ്ജക്റ്റിലേക്ക് കടക്കാം. വൺസ് എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഇമിഗ്രേഷന് യോഗ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായിട്ട് നമുക്കെങ്ങനെ അങ്ങോട്ട്, അതായത് കാനഡയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. വൺസ് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് എൻട്രി ഫെഡറൽ സ്കിൽഡ് വർക്കറിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കണം. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എക്സ്പ്രസ് എൻട്രി പൂളിൽ വന്നുവിടും. ഈ എക്സ്പ്രസ് എൻട്രി പൂളിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സിസ്റ്റം പ്രകാരം കുറച്ച് പോയിൻറ്റ്സ് തരും. അപ്പോൾ ഇതുവരെ കേട്ടതൊന്നുമല്ല കഥ, ഇനിയുള്ളതാണ് സംഭവം. അപ്പോൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് മറക്കുക. ഇനി കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുള്ളവർക്കെല്ലാം ടോട്ടലായിട്ട് 1200 പോയിൻറ്റ്സ് നേടാൻ സാധിക്കുന്ന രീതിയിൽ ഇവർ നമുക്ക് പോയിൻറ്റ്സ് തരും. ഈ പോയിൻറ്റ്സ് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. എലിജിബിലിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ഫാക്ടേഴ്സ് എല്ലാം ഇതിൽ ബാധകമല്ല, ചിലതൊക്കെ ബാധകമാണ്. ഇനി ബാധകമായാൽ തന്നെ അതിൽ കിട്ടിയിരുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് അല്ല ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ നമുക്ക് ലഭിക്കുക. ആദ്യം നമ്മൾ നടത്തിയ ഈ 67 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് എലിജിബിലിറ്റിക്ക് മാത്രമാണ്. അത് കിട്ടിയെന്നുള്ളത് കൊണ്ട് നമുക്ക് PR കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇല്ല. അപ്പോൾ ഈ 17 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫർദർ, അല്ലെങ്കിൽ 17 ഫാക്ടേഴ്സ് ഒരു 4 ക്രൈറ്റീരിയ ആയിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പ്രധാന ചലഞ്ച് എന്തായിരിക്കുമെന്ന് നോക്കാം. ഒരൊറ്റ സെൻറ്റൻസിൽ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് എൻട്രി പൂളിലുള്ളവർക്കെല്ലാം നമുക്ക് കാനഡിയൻ ഗവൺമെൻറ് CRS പോയിൻറ്റ്സ് തരികയും ഈ CRS പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ പൂളിൽ നമുക്ക് നമ്മളെ റാങ്ക് ചെയ്യുകയും ചെയ്യും. ഈ റാങ്ക് ചെയ്തതിന് ശേഷം IRCC അവരുടെ ഇഷ്ടപ്രകാരം, അതായത് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ ഒരു ഡ്രോ നടത്തും. അതായത് നറുക്കെടുപ്പ് പോലെ തന്നെ, ആക്ച്വലി നറുക്കെടുപ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഡ്രോ. ഈ ഡ്രോയിൽ നിശ്ചിത സ്കോർ നേടിയിട്ടുള്ളവർക്കെല്ലാം ഈ കാനഡിയൻ ഗവൺമെൻറ് ഇൻവിറ്റേഷൻ അയക്കും. എന്നിട്ട് ഈ ഇൻവിറ്റേഷൻ പ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്ത നമ്മുടെ വിവരങ്ങളെല്ലാം അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സും ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് ഓൺലൈനിലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അസസ് ചെയ്ത് വെരിഫൈ ചെയ്ത്
അവർക്ക് തൃപ്തിപ്പെടാണെന്നുണ്ടെങ്കിൽ, എല്ലാ ഡോക്യുമെൻസും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിക്ലെയർ ചെയ്ത ഇൻഫോർമേഷനെ ന്യായീകരിക്കുന്ന വാലിഡ് പ്രൂഫുകളാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫൈനൽ അപ്രൂവൽ തരും. ഫൈനൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് PPR അഥവാ പാസ്പോർട്ട് റിക്വസ്റ്റ് അയച്ചു തരികയും നമ്മൾ നിയറസ്റ്റ് എംബസിയിൽ നമ്മുടെ പാസ്പോർട്ടും ഈ PPRൻ്റെ കോപ്പിയും കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി വിസ അവരടിച്ചു തരും. പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളായിട്ട് കാര്യം നടന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല ഈ സംഗതി. കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം വഴി പോയിന്റ്സ് നമ്മൾ സ്കോർ ചെയ്ത് ടോപ്പിലെത്താൻ ആർക്കും ഒരു കോംപ്രഹെൻസീവ് എക്സ്പ്രസ് എൻട്രി പൂളിൽ കയറാനും അല്പം പോയിന്റ്സ് കിട്ടാനും സാധിക്കും. പക്ഷെ വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പൂളാണിത്. അപ്പോൾ അതിൽ വളരെ മുകളിൽ, അതായത് ടോപ്പ് റാങ്കുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് എക്സ്പ്രസ് എൻട്രി വഴി പെർമനൻറ്റ് റെസിഡൻസി കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിൽ നമ്മുടെ ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള കുറേ പാരകളുണ്ട്. ഹിഡൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ പ്രശ്നങ്ങൾ ഈ എക്സ്പ്രസ് എൻട്രി പൂളിലുണ്ട്. അതിൽ ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പ്രസ് എൻട്രി പൂളിന് നമ്മുടെ പ്രൊഫൈലിന് ഒരു കൊല്ലത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ അവരുടെ IRCCയുടെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എക്സ്പയർ ആവും. പിന്നെ നമുക്ക് അടുത്ത വീണ്ടും പ്രൊഫൈൽ ഉണ്ടാക്കി വീണ്ടും എക്സ്പ്രസ് എൻട്രി പൂളിൽ കയറണം. അപ്പോൾ അതൊരു ഒന്നാമത്തെ ഒരു പാര. രണ്ടാമത്തെ പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IELTSൻ്റെ വാലിഡിറ്റി 2 കൊല്ലമുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ഈ എക്സ്പ്രസ് എൻട്രി പൂളിൽ ഇരിക്കുമ്പോഴൊക്കെയും നമ്മുടെ IELTSന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും നല്ല പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ IELTSൻ്റെ വാലിഡിറ്റി നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പാരയായി നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ നിന്ന് പുറത്തു പോകും. പിന്നത്തെ കാര്യമാണ് കല്യാണം എന്ന് ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ കല്യാണം കഴിക്കാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുക. അപ്പോൾ കല്യാണം എന്ന് പറയുന്ന സാധനം എക്സ്പ്രസ് എൻട്രി വഴി ഇമിഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു പാരയാണ്. പിന്നെ ഈ പാര കുറച്ചെങ്കിലും നമുക്ക് എന്താ പറയുക, ഒന്ന് തട്ടിമുട്ടിയായതൊന്ന് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസിന്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഹൈ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയും അവർക്ക് നല്ലപോലെ ഉണ്ടെങ്കിൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ നമുക്കതിൽ രക്ഷപ്പെട്ട് പോകാൻ സാധിക്കും. അതാണ് ഒരു പാര. പിന്നത്തെ പാരയാണ് നമ്മുടെ വയസ്സ്. അതായത് ഫെഡറൽ സ്കിൽഡ് വർക്ക് എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 35 ഇയേഴ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയിന്റ്സ് കിട്ടും. പക്ഷേ ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് പോയിന്റ് സിസ്റ്റത്തിൽ നമുക്ക് മാക്സിമം പോയിന്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ 29 വയസ്സിന് കൂടാൻ പാടില്ല. കാരണം 29 വയസ്സ് വരെയുള്ളവർക്കാണ് മാക്സിമം പോയിന്റ്സ് കിട്ടുക. 29 വയസ്സിന് ശേഷം ഓരോ വയസ്സ് നമുക്ക് വരുമ്പോഴും നമ്മുടെ ഓരോ ബർത്ത്ഡേക്കും നമുക്ക് 5 പോയിന്റ് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സാധനം കുറഞ്ഞൊരു 42-45 വയസ്സായവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഫാക്ടർ വഴി ഒരു പോയിന്റും കിട്ടാൻ സാധ്യതയില്ല. അത് വളരെ ശോചനീയമായ അവസ്ഥയായിരിക്കും. പിന്നെ അഞ്ചാമത്തെ പാരയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അസസ്മെൻറ്റ് റിപ്പോർട്ട്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, നമ്മൾ പുറത്താണ്, കാനഡയിലല്ല, നമ്മൾ വിദേശത്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ നടത്തിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻസ് വഴി നമ്മുടെ വിദ്യാഭ്യാസം അസസ് ചെയ്യണമെന്ന്. ഈ അസസ് ചെയ്ത ഡോക്യുമെൻറ്റിന് 5 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ നിന്ന് പുറത്താവും. 5 വർഷത്തെക്കാളും പഴക്കമുള്ള ECA റിപ്പോർട്ട് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഈ 5 വർഷത്തിനുള്ളിൽ ഇമിഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ ഏതെങ്കിലും മാർഗത്തിൽ ഇമിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. കാരണം CRS പോയിൻ്റ് ഏതെങ്കിലും രീതിയിൽ അഡീഷണൽ വർദ്ധിപ്പിച്ച് ഇമിഗ്രേറ്റ് ചെയ്തിരിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് സമയം കൊണ്ടൊരു തീരുമാനമാവും. വേറെ ഏതെങ്കിലും ഈ ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും പരിപാടി നോക്കും. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള സത്യം ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരെന്തായാലും മനസ്സിലാക്കും. പക്ഷെ പാരയുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അതൊരു
പാര തന്നെയാണ്. പിന്നത്തെ നമ്മുടെ പാര ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, IRCC ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് അവരുടെ ഇഷ്ടം പോലെയാണ്. ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട്, അതായത് എത്ര ഇൻവിറ്റേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഏത് കാറ്റഗറിക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണം എന്നുള്ളതിന് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒരു റൂളൊന്നുമില്ല. നമുക്ക് പബ്ലിക്കിനെ അറിയാൻ സാധിക്കില്ല അവർ ആർക്കാണ് ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത വട്ടം ആർക്കൊക്കെ അവർ ഇൻവിറ്റേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ്റെ സൈസ് എത്ര, അതായത് ഇൻവിറ്റേഷൻ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര ഇൻവിറ്റേഷൻ അവർ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കില്ല പബ്ലിക്കിന്. ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഡ്രോയിൽ 5000 പേർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു എന്നിരിക്കാം, ഒരു ഡ്രോയിൽ 10,000 പേർക്ക് കൊടുത്തു എന്നിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രോ കനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് മാത്രമായിരിക്കും നടത്താം. പിന്നെ അടുത്ത ഡ്രോ ഫെഡറൽ സ്കിൽഡ് വർക്കർ ഫോറിൻ വർക്കേഴ്സിന് മാത്രമായിട്ട് നടത്താം. പിന്നെ PNP തന്നെയായിട്ട് നടത്താം. ഇനി ഇതല്ലെങ്കിൽ തന്നെ ഓൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് എല്ലാ കാറ്റഗറീസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും നടത്താം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു പാര എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു പരിധിന് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു പരിധിന് കൂടുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ നമുക്ക് നമ്മുടെ നറുക്ക് വീഴും എന്നുള്ളത്. ആകെ നമുക്ക് പബ്ലിക്കിന് അറിയാൻ സാധിക്കുന്നത് തൊട്ടു മുമ്പ് നടന്ന എക്സ്പ്രസ് എൻട്രിക്ക്, അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നടന്ന എക്സ്പ്രസ് എൻട്രി ഡ്രോന് മുൻപായിട്ട് ഈ എക്സ്പ്രസ് എൻട്രി പൂളിൽ എത്ര പേരുണ്ടായിരുന്നു, അതുപോലെ ഈ ഉള്ളവർക്കൊക്കെ എത്ര സ്കോർ ഉള്ളവരാണ് ഓരോ ഈ എക്സ്പ്രസ് എൻട്രി പൂളിലുള്ളത് എന്ന ഒരു ബ്രേക്ക് ഡൗൺ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊക്കെ കുറച്ച് ഗസ് വർക്കും നടത്തണം. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇതിൻ്റെ മൊത്തത്തിലൊരു ക്ലാരിറ്റി നമുക്ക് ഈ കാനഡിയൻ ഇമിഗ്രേഷന് കുറവാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ ഭാഗ്യം സഹായിക്കണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി രക്ഷപ്പെട്ട് പോരണം എന്നുണ്ടെങ്കിൽ. പ്യുവറായിട്ട് നമ്മുടെ എഫേർട്ട് മാത്രം അതിന് ആയിട്ട് കാര്യം ഉണ്ടാവില്ല. പലർക്കും ഒരു 20% എങ്കിലും ലക്ക് വേണം. പിന്നെ ഓരോരുത്തരുടെ യോഗ അനുസരിച്ച് ആ ലക്കിൻ്റെ പെർസെൻറ്റേജ് കൂടും എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവർ നടത്തിയിരുന്ന ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് മാത്രം ഒരൊറ്റയടിക്ക് 27,000 ഇൻവിറ്റേഷനാണ് അവർ കൊടുത്തത്. അപ്പോൾ അത് കാനഡിയൻ എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഒരു എലിജിബിലിറ്റി ഗ്രിഡ് പോയിന്റ് സിസ്റ്റം ഉണ്ടല്ലോ, അതായത് എലിജിബിലിറ്റി ഗ്രിഡ് പോയിന്റ് സിസ്റ്റത്തിൽ ഒരു 67 പോയിന്റ്സ് നേടേണ്ട ഒരു കടമ്പ അത് ഈ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സുകാർക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 75 പോയിന്റ് പോലും ഉള്ളവർക്ക് കഴിഞ്ഞ ഡ്രോയിൽ അവരുടെ ഭാഗ്യം തലവര എന്ന് പറയാം തെളിഞ്ഞു. അങ്ങനെ 27,000 ഇൻവിറ്റേഷനാണ് കിട്ടുന്നത് അവർ അയച്ചത്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ച പാര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലുള്ള പുറത്തുനിന്നുള്ള ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത സ്വല്പം കുറഞ്ഞു. അതായത് വളരെ ടോപ്പ് സ്കോർ ഉണ്ടെങ്കിൽ പോലും കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറഞ്ഞു, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു പാരയാണ്. ഈ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സും നമുക്ക് ഇവരുടെ ഡ്രോ നടത്താനുള്ള, അല്ലെങ്കിൽ ഈ ഡ്രോ എങ്ങനെ നടത്തും എന്നുള്ളതിന് ഒരു കൃത്യമായ ഗൈഡ് ലൈൻസ് ഇല്ലാത്തത്. പിന്നത്തെ പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനാണ്. ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതിന് ശേഷം കാനഡ ഗവൺമെൻറ് നമ്മളെ പോലെയുള്ള പുറത്തുനിന്നുള്ളവരോട് അത്ര കണ്ട് പഥ്യം പോരാ. അവർ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ളവരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഓൾറെഡി അവിടെ ഉണ്ട്, അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി കാണും എന്നൊക്കെയാണ്. അപ്പോൾ അവരെ അവരുടെ സൊസൈറ്റിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സൊക്കെ വേറെ കാര്യം പറയുന്നുണ്ട്. കാരണം ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതോടുകൂടി അവിടെ കാനഡയിൽ ഉള്ള കോളേജുകളുണ്ടല്ലോ, കാനഡയിലുള്ള കോളേജുകളിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത് ക്രമാതീതമായി കുറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതൊരു $21 ബില്യൺ പെർ ഇയറിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ഈ 2020 ഇത് വളരെയധികം ബാധിച്ചു. അതായത് എനിക്ക് തോന്നുന്നു ഈ പല റിപ്പോർട്ടുകൾ പ്രകാരം അവിടുത്തെ കോളേജുകളുടെ നിലനിൽപ്പുകൾ തന്നെ അപകടത്തിലായിരുന്നു. അപ്പോൾ കാനഡിയൻ കോളേജുകളുടെ ലോബികളാണ് ഇതിന് പുറകിലെന്ന് പറയും. കാരണം ഇങ്ങനെയെങ്കിലും ഒരു പ്രഷർ ഇട്ടിട്ട് ആളുകൾ പഠിക്കാനായിട്ടെങ്കിൽ അവിടെ വന്ന് അവരുടെ മാർക്കറ്റ് രണ്ടാമതും ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം അത് സത്യം ഉണ്ടെന്ന് അറിയില്ല, ദൈവത്തിന് മാത്രമേ അതിൻ്റെ സത്യം അറിയുള്ളൂ. എന്നാലും ഒരു ചെറിയ പരദൂഷണത്തിൻ്റെ ഒരു ലാഞ്ചന അതിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ളവർക്ക് ചിന്തിക്കുമ്പോൾ അതിലൊരു സത്യമില്ലേ എന്ന് നമുക്ക് തോന്നും.
ഇനി അപ്പോൾ നമുക്ക് ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ കൂടെ ഹയർ പോയിൻറ്റ്സ് എങ്ങനെ കിട്ടാം, അല്ലെങ്കിൽ ആ നമ്മൾ മുന്നേ പറഞ്ഞ 17 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഈ 17 ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 ക്രൈറ്റീരിയ ആയിട്ട് ആണ് തിരിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയ ഏതാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഈ 17 ഫാക്ടേഴ്സും ഈ 17 ഫാക്ടേഴ്സിന് മാക്സിമം എത്ര പോയിൻറ്റ്സ് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് നോക്കാം. കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൻ്റെ 4 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ ക്രൈറ്റീരിയ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടേഴ്സ് ക്രൈറ്റീരിയ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസ് ഓർ പാർട്ട്ണർ ഫാക്ടർ ക്രൈറ്റീരിയ. പിന്നെയുള്ളത് സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ വരുന്നതാണ് അഡീഷണൽ പോയിൻറ്റ്സ് ഓർ ബോണസ് ക്രൈറ്റീരിയ. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടർ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലാണ് നമ്മുടെ ഏജ്, നമ്മുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ കാനഡയിൽ ഉള്ള വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി അവർ പോയിന്റ് തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് കല്യാണം കഴിക്കാത്തവർക്കാണ് പോയിൻറ്റ്സ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ക്രൈറ്റീരിയയിൽ, ഈ പറഞ്ഞ ക്രൈറ്റീരിയയിലൊക്കെ കല്യാണം കഴിക്കാത്തവർക്കാണ് കൂടുതൽ പോയിൻറ്റ്സ്, കല്യാണം കഴിച്ചവർക്ക് പോയിൻറ്റ്സ് കുറവായിരിക്കും. ഇനി കല്യാണം കഴിച്ചവർക്ക് ഈ കുറഞ്ഞ പോയിൻറ്റ്സിൻ്റെ പരിധി വരെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത ക്രൈറ്റീരിയയിലൂടെയാണ്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സ്പൗസിൻ്റെ കനഡിയൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സ്പൗസിൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, സ്പൗസിൻ്റെ കനഡിയൻ ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫഷൻസി. അതായത് കനഡിയൻ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചോ ഇംഗ്ലീഷിലോ ഉള്ള സ്പൗസിനുള്ള പ്രൊഫഷൻസി അനുസരിച്ച് നമുക്ക് ഒരു പരിധി വരെ ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ കുറഞ്ഞു പോയ പോയിൻറ്റ്സ് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടേഴ്സും സ്പൗസ് ഓർ പാർട്ട്ണർ ഫാക്ടർ ക്രൈറ്റീരിയയും കൂട്ടിയാൽ മാക്സിമം നമുക്ക് 500 പോയിൻറ്റ്സ് ആണ് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ മാക്സിമം പോയിന്റ് നമുക്ക് നേടാൻ സാധിക്കുന്നത് 1200 പോയിൻറ്റ്സ് ആണ്. ഇനി അടുത്ത 2 ക്രൈറ്റീരിയാസ് ആണ് ഗെയിം ചേഞ്ചർ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാജിക് ക്രൈറ്റീരിയാസ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ കോമ്പിനേഷൻ ഓഫ് സ്കിൽസ്, അതായത് കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പല ഫസ്റ്റ് ക്രൈറ്റീരിയയിലും സെക്കൻഡ് ക്രൈറ്റീരിയയിലെല്ലാം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയയായ ഹ്യൂമൻ ക്യാപിറ്റൽ ക്രൈറ്റീരിയയിൽ നമ്മൾ നമ്മുടെ കുറച്ച് സ്കിൽസിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർ മാർക്ക് തന്നുവല്ലോ. അപ്പോൾ ഈ സ്കില്ലുകളുടെ കോമ്പിനേഷൻ ഉള്ളവർക്ക് സ്കിൽ ട്രാൻസ്ഫറബിലിറ്റിയിലൂടെ അഡീഷണൽ പോയിൻറ്റ്സ് നമുക്ക് നേടാൻ സാധിക്കും. സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലെ ഏതൊക്കെ സ്കിൽ കോമ്പിനേഷനിലൂടെയാണ് അധികം പോയിന്റ് നമുക്ക് നേടാൻ സാധിക്കുക എന്ന് നോക്കാം. നമുക്ക് സ്ട്രോങ് ലാംഗ്വേജ് പ്രൊഫഷൻസിയും പിന്നെ അതുപോലെ പോസ്റ്റ് സെക്കൻഡറി ഡിഗ്രിയും ഉണ്ടെങ്കിൽ അത് ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസാണ്. അപ്പോൾ അതിന് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ലഭിക്കും. കനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് പ്ലസ് പോസ്റ്റ് സെക്കൻഡറി ഡിഗ്രി ഉണ്ടെങ്കിൽ അത് അടുത്ത ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് ആണ്. അപ്പോൾ അതിനും നമുക്ക് പോയിന്റ് ലഭിക്കാം. പിന്നത്തേതാണ് നമ്മളെപ്പോലെ പുറത്തുള്ളവർക്ക് കൂടുതലായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടർ, അതായത് സ്ട്രോങ് ഇംഗ്ലീഷ് സ്കിൽസും ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഇനിയിപ്പോൾ 4ാമത്തെ കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് പ്ലസ് ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ വർക്ക് ക്രൈറ്റീരിയ ഇതാണ് സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. അത് കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് വഴി കിട്ടുന്ന ഒരു അധിക പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ വരുന്നതാണ് അഡീഷണൽ പോയിന്റ് ക്രൈറ്റീരിയ. ഇതും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. പക്ഷേ സാധാരണയായൊരു വ്യക്തിക്ക് ഈ ക്രൈറ്റീരിയ അധികം യൂസ്ഫുൾ ആവാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ആ ഫാക്ടേഴ്സ്, ഈ ക്രൈറ്റീരിയയിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് നമുക്ക് കനഡിയൻ സിറ്റീസനോ പെർമനൻറ്റ് റെസിഡൻറ്റോ ആയ സിബ്ലിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് പോയിന്റ് കിട്ടും.
പിന്നെ നമുക്ക് ഫ്രഞ്ച് സ്കിൽസ്, വളരെ നല്ല ഫ്രഞ്ച് സ്കിൽസ് ഉണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ മിനിമം ക്രൈറ്റീരിയ ആയ CLB7 അല്ലെങ്കിൽ ഫ്രഞ്ചിന് NCLC എന്ന് പറയാം 7 നേടിയിട്ടുള്ള, അതായത് നല്ല സ്കില്ല്, സ്ട്രോങ് സ്കില്ല് തന്നെ വേണം. ആ സ്കില്ല് ഉള്ളവർക്ക്, ഫ്രഞ്ച് സ്കില്ലുള്ളവർക്ക് ഒരു അഡീഷണൽ 50 പോയിൻറ്റ്സ് കിട്ടും. പിന്നെ വരുന്നതാണ് പ്രൊവിൻഷ്യൽ നോമിനി. ഇതാണ് മൈൻഡ് ബ്ലോയിങ്. കാരണം ഒരു പ്രൊവിൻഷ്യൽ നോമിനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 600 പോയിൻറ്റ്സ് ആണ് നമ്മുടെ പൂളിൽ വന്ന് കയറാൻ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പെർമനൻറ്റ് റെസിഡൻസ് കിട്ടും എന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. പക്ഷേ അതിൻ്റെതായ ക്രൈറ്റീരിയസും ഉണ്ട്. പിന്നെ ഈ പ്രൊവിൻഷ്യൽ നോമിനിയുടെ ക്രൈറ്റീരിയ വേറെയാണ്. കാരണം പ്രൊവിൻസാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈസി ഫോർ ഇമിഗ്രേറ്റിംഗ് ടു കാനഡ എന്ന വീഡിയോയിൽ ആ പ്രൊവിൻഷ്യൽ നോമിനികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് അതിനെ തീരുമാനിക്കുക എന്നൊക്കെ. പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ കാനഡ, അതാണ് ഈ അഡീഷണൽ പോയിന്റ്സ് കിട്ടാനുള്ള വേറൊരു ഫാക്ടർ. പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാനഡയിൽ 1 കൊല്ലത്തെയോ 2 കൊല്ലത്തെയോ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നേടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 പോയിൻറ്റ്സ് CRS പോയിൻറ്റ്സ് കിട്ടും. ഇപ്പോൾ നമ്മൾ 3 കൊല്ലത്തെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 30 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് അഡീഷണൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ബോണസ് പോയിൻറ്റ്സിലത്തെ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഈ ഫാക്ടേഴ്സിൽ മാക്സിമം, അതായത് ഓരോ ഫാക്ടേഴ്സിലും മാക്സിമം എത്ര പോയിന്റ് നേടാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ പതിവ് പോലെ നമുക്ക് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ചാടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ഗൂഗിൾ ഭഗവതിയെ തന്നെ നമ്മൾ എടുക്കുന്നു. ഗൂഗിൾ ഭഗവതിയിലെ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം ക്രൈറ്റീരിയ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ലിങ്ക് കിട്ടും. ഈ കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം ക്രൈറ്റീരിയയുടെ ലിങ്ക് കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കും നിങ്ങൾ നോക്കി വെച്ചോളൂ. അതുപോലെ അത് ഈ കീവേഡ് നോക്കി വെക്കുക, നമ്മൾ ഏത് ഗൂഗിൾ ചെയ്യേണ്ട കീവേഡ് ഏതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഫാക്ടേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടർ ക്രൈറ്റീരിയ, പിന്നെ സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട്ണർ ഫാക്ടർ ക്രൈറ്റീരിയ, സ്കിൽസ് ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടർ ക്രൈറ്റീരിയ, പിന്നെ അഡീഷണൽ പോയിൻറ്റ്സ് ക്രൈറ്റീരിയ. അപ്പോൾ ഇനി നമ്മൾ ഈ ബാക്ക് ടു ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടർ ക്രൈറ്റീരിയ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോവാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, വിവാഹം കഴിഞ്ഞവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 പോയിൻ്റ് എല്ലാ ഫാക്ടേഴ്സിലും കുറവാണ്. ഏജിൻ്റെ ഫാക്ടേഴ്സിൽ മാക്സിമം പോയിൻറ്റ്സ് വിവാഹം കഴിഞ്ഞവർക്ക് കിട്ടുക 100 ആണ്. അതേസമയം കഴിയാത്തവർക്കാണെങ്കിൽ 110 കിട്ടും. അതുപോലെ തന്നെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും, ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിലും, കനഡിയൻ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സിംഗിൾ ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത ഫാക്ടർ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ആ ക്രൈറ്റീരിയയിൽ നമ്മൾ നമ്മുടെ സ്പൗസിൻ്റെ ടാലൻസ് ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിധി വരെ ഇതിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പോയിൻറ്റ്സൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ വൈഫിൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എക്സാമ്പിൾ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ഒരു 10 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. മാസ്റ്റേഴ്സിന് 10 കിട്ടില്ല, 8 എന്തോ കിട്ടുള്ളൂ. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺസ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജിന് 20 കിട്ടും, കനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10 കിട്ടും. അങ്ങനെ നമുക്ക് ഇതിൽ നഷ്ടപ്പെടുന്ന പോയിന്റ്സ് ഒക്കെ ഇതിൽ മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടറും സ്പൗസ് ഫാക്ടറും കൂട്ടിയാലും മാക്സിമം പോയാൽ 500 പോയിന്റ്സ് ആണ് കിട്ടുക. പക്ഷേ അതിലും നമ്മളത് മാക്സിമം ആണ്. സാധാരണ ഒരാൾക്ക് ഇത്ര കിട്ടാൻ എളുപ്പമല്ല. അത് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺസ് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടർ, ഇതിലിതേ കണ്ടോ, ഗുഡ് ഓർ സ്ട്രോങ് ഒഫീഷ്യൽ ലാംഗ്വേജും പോസ്റ്റ് സെക്കൻഡറി ഡിഗ്രി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് 50 പോയിന്റ് കിട്ടും. അതായത് CLB9 മറ്റോ നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്തിൽ, ഈ ഒഫീഷ്യൽ ലാംഗ്വേജസിൽ. പിന്നത്തെ ക്രൈറ്റീരിയൽ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് പോസ്റ്റ് സെക്കൻഡറി ഡിഗ്രിയാണ്. അത് നമ്മുടെ സാധാരണപ്പെട്ട നാട്ടിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസും ഈ ഗുഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി
ആൻഡ് ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ എഡ്യൂക്കേഷനിലുള്ള ഈ ആദ്യത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്രൈറ്റീരിയൽ ഫാക്ടറും രണ്ടാമത്തെ ക്രൈറ്റീരിയൽ ഫാക്ടറിലുള്ള ഈ സ്കിൽസ് ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടറാണ് നമ്മുടെ കയ്യിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കുണ്ടാവുക. ഒരു ശരാശരി പ്രൊഫഷണലിന് നാട്ടിൽ നിന്നുള്ളത്, അതായത് കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസോ കാനഡിയൻ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്തവരുടെ കാര്യം. ഇനിയിപ്പോൾ കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഒരു കൊല്ലമെങ്കിലും നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സീൻ മാറും കേട്ടോ. അടുത്ത ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് ഈ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടർ ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അതായത് കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതുപോലെ കാനഡയിലുണ്ടോ, അതുപോലെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലോ ഗൾഫിലോ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അത് ഈ 50നെ കളിക്കും. പക്ഷേ കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൽ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതുള്ളത് ഇത് ഫെഡറൽ സ്കിൽ ട്രേഡറിന് വരുന്ന ഒരു ഫാക്ടർ ആണ്. അതിപ്പോൾ അതും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, കാരണം അതിന് അവിടുത്തെ പ്രൊവിൻസുകളിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലാണ് ഈ പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ അഡീഷണൽ പോയിന്റ്. ഇതിൽ ചില ക്രൈറ്റീരിയ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പം ഈ ബ്രദർ ആൻഡ് സിസ്റ്റർ എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നില്ല, അപ്പോൾ അതിൽ നമ്മളധികം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇതേ ഫ്രഞ്ച് ലാംഗ്വേജ് സ്കില്ല്, ഇപ്പം നമ്മളധികം ഏജ്ഡ് ആവാത്ത ഒരു പുതിയ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രഞ്ച് ഭാഷ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ ഉപകാരപ്പെടും എന്ന് മാത്രമല്ല, കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടാനും വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഫ്രഞ്ച്. കാരണം നിങ്ങൾക്കറിയാലോ, അവിടെ ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഫ്രഞ്ച് അറിയുന്നവർ വളരെ കുറവാണ്. ഫ്രഞ്ചിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികമുണ്ട്. പിന്നെയുള്ളത് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ കാനഡ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 കൊല്ലത്തെ കോഴ്സ് പഠിച്ചാൽ 30 പോയിന്റ് കിട്ടും. 2 കൊല്ലത്തെ കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 പോയിന്റ് കിട്ടും. പിന്നെ അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റ്, അതിൽ മാക്സിമം 200 കിട്ടും. അത് 200 കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സീനിയർ CEO ലെവൽ മാനേജേഴ്സിന് മാത്രമാണ് 200 കിട്ടുക. ഇല്ലാത്ത സാധാരണ LMI ജോബ് ഓഫറിന് 50 പോയിൻറ്റ്സേ കിട്ടൂ. പിന്നത്തെ വരുന്ന സാധനം PN നോമിനേഷൻ. ഇത് എന്താ പറയുക, ഇതൊരു 50-50 ചാൻസ് ആണ്. കാരണം ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഫാക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഈ പ്രൊവിൻസുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ നോമിനേഷൻ ക്രൈറ്റീരിയ മാറ്റണം. കാരണം കൊണ്ട് ഒരു 50-50 ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെപ്പോഴും ഫോളോ ചെയ്താൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കണക്കാം. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയ കൂട്ടുമ്പോഴാണ് മാക്സിമം ഓഫ് 1200 പോയിന്റ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺസ് ഒന്ന് വേഗത്തിൽ നോക്കാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 29 വയസ്സ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇതിൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഈ വരുന്നത്, ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടേഴ്സിൻ്റെ. 20 മുതൽ 29 വയസ്സ് വരെയുള്ള ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ 20 മുതൽ 29 വയസ്സ് വരെ ആയിരിക്കാം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണം കഴിയാത്തവരാണെന്നുണ്ടെങ്കിലും ഈ പ്രായത്തിലുള്ളവർക്കാണ് മാക്സിമം പോയിന്റ് കിട്ടുക. പിന്നെ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രായം വരുന്നതോടുകൂടി, അതായത് ഓരോ വയസ്സ് നമുക്ക് കൂടുമ്പോൾ 5 പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ടോട്ടൽ പോയിന്റിൽ നിന്ന് ബെസ്റ്റ് പോയിന്റിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറഞ്ഞ് അവസാനം 43, 40, 45 ഇയേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 പോയിൻറ്റ്സ് ആയി മാറും. അപ്പോൾ അതാണ് ഏജ്. ഇനി അടുത്തതാണ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, നല്ല യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ നാട്ടിൽ പഠിച്ചത് എന്നുണ്ടെങ്കിൽ, അതുപോലെ 4 കൊല്ലത്തെ ഡിഗ്രിക്ക് ശേഷമാണ് നമ്മൾ മാസ്റ്റേഴ്സ് പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് ഇതിൽ സെക്യൂർ ചെയ്യാം. അതായത് മാക്സിമം പോയിൻറ്റ്സ് PhDക്കാണ്. പക്ഷേ PhDക്ക് എത്ര പേരുണ്ടാവും? അത് മാത്രമല്ല, PhD ഉള്ളവർ പിന്നെ കാനഡയിലേക്ക് അധികം പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മാസ്റ്റേഴ്സ് ആവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ MBA മാസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കോഴ്സ് ചിലപ്പം അവിടെ കാനഡയിൽ മാസ്റ്റേഴ്സായിട്ട് അംഗീകരിച്ചോളണമെന്നില്ല എല്ലാ ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻസും. അപ്പോൾ അത് 1-2 എണ്ണം മാറി നോക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെസിഗ്നേറ്റഡ് ഓർഗനൈസേഷൻസ് നമ്മൾ തപ്പിപ്പിടിക്കണം. പക്ഷെ അവരുടെയും ഈ 2 or more സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമാസ് ഓർ ഡിഗ്രീസ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും ഈ 3 ഇയേഴ്സ് ഡിഗ്രി കഴിഞ്ഞ്
മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ MBA ഒക്കെ ചെയ്ത നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷൻ ഇക്വേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി CLB 9, ഇതാണ് ഒരു മാജിക് പോയിന്റ് നമുക്ക് കിട്ടുക. കാരണം ഇതിൽ മാജിക് പോയിന്റ് എന്ന് പറയാൻ കാരണം ഇതിൽ നമുക്കൊരു 29 പോയിന്റ്സ് അല്ലെങ്കിൽ 31 പോയിന്റ്സ് ഇവിടെ CLB 9 അക്യൂർ ചെയ്താൽ തന്നെ കിട്ടുമെന്ന് മാത്രമല്ല, ഈ CLB 9 നമ്മുടെ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റിനെ നമ്മൾ പറഞ്ഞില്ല അതിനെക്കുറിച്ച്, അതിൽ നമുക്കൊരു ബോണസ് പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. CLB 9 ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മുടെ CRS സ്കോറ് വല്ലാതെ ഷൂട്ടപ്പ് ചെയ്യും. ഈ CLB 10 ആണ് നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ക്രൈറ്റീരിയയിലും അല്ലെങ്കിൽ ഓരോ മോഡ്യൂളിലും നമ്മൾ CLB 10 മേടിച്ചു കഴിഞ്ഞാൽ പിന്നെയും 4 പോയിന്റ്സ് എക്സ്ട്രാ വെച്ച് കയറും. അപ്പോൾ അതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച്, അത് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ നോളേജ്. ഇതിൽ CLB 7 നമ്മൾ സ്കോർ ചെയ്യാന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മുടെ സ്കോർ ഷൂട്ടപ്പ് ആവും കേട്ടോ. അതായത് ഈ സ്കോർ അല്ല പിന്നെ, കാരണം CLB 7 നമ്മൾ ഫ്രഞ്ചിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും, ഈ ഫ്രഞ്ച് ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതെന്ന് നിയമമൊന്നുമില്ല, കണക്കാക്കാം. അപ്പോൾ എന്താണ് ഗുണമെന്നുള്ളത് നമ്മൾ ആ അഡീഷണൽ പോയിന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. അതിൽ 50 പോയിന്റ്സ് ഒറ്റയടിക്ക് കിട്ടും. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ്, അതിന് ഉള്ള പോയിന്റ്, സ്പൗസ് ഉള്ളവർക്ക് എത്ര പോയിന്റ് വരും, സ്പൗസ് ഇല്ലാത്തവർക്ക് സിംഗിൾസിന് എത്ര പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർ കഴിഞ്ഞു. ഹ്യൂമൻ ക്യാപിറ്റൽ ഫാക്ടേഴ്സ് പിന്നെയുള്ളത് സ്പൗസിൻ്റെ, അത് ബേസിക്സ് ആണ്. അതായത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി അപ്ലിക്കൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാസ്റ്റേഴ്സിന് മാക്സിമം പോയിന്റ്സ് കിട്ടും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഓരോ മോഡ്യൂളിനും അനുസരിച്ച് 3 പോയിന്റ്സ് വെച്ച് കിട്ടും. ഇനി സ്പൗസിൻ്റെ കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനും കിട്ടും പോയിന്റ്സ്. പിന്നെ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടറിൻ്റെ മാജിക് വരും. ഇതിലാണ് നമ്മൾ നോക്കേണ്ടത്. സാധാരണ പോയിന്റ്സ് CLB 7 ആണ് എക്സ്പ്രസ് എൻട്രി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പോൾ ഈ CLB 7 മേടിച്ചിട്ട്, അതായത് ഒരു യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് ഉള്ള വ്യക്തിക്ക് CLB 7 ആണ് അവർ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ മോഡ്യൂളിനും 25 പോയിന്റ്സ് വെച്ചിട്ടാണ് മാക്സിമം നമുക്ക് കിട്ടുക. പക്ഷെ നിങ്ങൾ നോക്കൂ, നമ്മൾ CLB 9 ആണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, CLB 9 എന്ന് പറയുന്നത് IELTS-ലെ ലിസണിങ്ങിലെ 8ഉം ബാക്കി 3 മോഡ്യൂളിലും 7, അതായത് റൈറ്റിംഗ്, റീഡിങ്, സ്പീക്കിംഗ്, അതിൽ 7 മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ CLB 9 ആവും നമ്മുടെ സ്കോർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് CLB 9ഉം മാസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് 50 പോയിന്റ് ആണ് ഓരോ ഘട്ടത്തിലും നമുക്ക് കയറി പോവുക. അപ്പോൾ ഈ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ആണ് കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫാക്ടർ. പിന്നെയുള്ളത് ഈ സാധനം, ഈ കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് പോസ്റ്റ് സെക്കൻഡറി ഡിഗ്രി എന്ന് പറയുന്ന ഈ സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഫാക്ടർ അവിടെ പഠിച്ചവർക്ക് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളധികം പറയുന്നില്ല. ഇനിയുള്ളത് ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് വിത്ത് ഗുഡ് ഒഫീഷ്യൽ ലാംഗ്വേജ്, CLB 7ഉം CLB 9ഉം. ഇവിടെയാണ് ഇതിൻ്റെ അടുത്ത മാജിക് വരുന്നത്. അതായത് 3 years ആണ് മാക്സിമം പോയിന്റ്സ് നമുക്ക് കിട്ടുള്ളൂ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസിന്. അതിൻ്റെ കൂടെ നമ്മൾ CLB 9 കിട്ടാൻ ടാർഗറ്റ് ചെയ്താൽ അഡീഷണൽ 50 പോയിന്റ് നമ്മുടെ മുന്നിൽ സിമ്പിളായിട്ട് കയറി വരും. ഇനി ഈ ഫാക്ടർ അഗെയിൻ കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിന് ബെനിഫിഷ്യൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. ഇത് സർട്ടിഫിക്കറ്റ് മറ്റേ ട്രേഡ് കാറ്റഗറിക്കാർക്കാണ്, അതും നമുക്ക് യൂസ്ഫുൾ അല്ല. പിന്നെ അഡീഷണൽ പോയിന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രദർ ആൻഡ് സിസ്റ്ററിനാണ് 15 പോയിന്റ്. നമ്മൾ ഫ്രഞ്ചിൽ NCLC 7, അതായത് CLB 7 ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ഫ്രഞ്ചിൽ NCLC 7 ആണ്. അത്
അതിൽ ഈ NCLC 7 സ്കോർ ചെയ്യുകയും കൂടാതെ ഇംഗ്ലീഷിൽ CLB 4 കിട്ടിയാൽ 25 അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടും. ഇത് NCLC 7ൻ്റെ മുകളിൽ കയറുകയും അതോടൊപ്പം ഇംഗ്ലീഷിൽ CLB 5ന് മുകളിൽ 4 മോഡ്യൂളിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ കണ്ടോ ഡയറക്റ്റ് 50 പോയിൻറ്റ്സ് ആണ് നമ്മുടെ പ്രൊഫൈലിൽ കയറാം. പിന്നെ നമ്മളിതൊക്കെ എല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. ഈ അവിടുത്തെ കാനഡയിൽ പോയി എഡ്യൂക്കേഷൻ നടത്തിയാൽ എത്രയ്ക്ക് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റ് NOC CC ലെവലിലുണ്ടെങ്കിൽ, അതായത് സീനിയർ മാനേജർ ലെവലിലുണ്ടെങ്കിൽ എത്ര പോയിൻ്റ് കിട്ടും. സാധാ മാനേജ്മെൻ്റ് അല്ല കേട്ടോ, സാധാ മാനേജറല്ല, സീനിയർ മാനേജറാണ്, ഡയറക്ടേഴ്സ് ആ ഒരു റേഞ്ചിൽ. പിന്നെ അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റ് NOC OA or B സാധാ കാറ്റഗറിക്കാരുടെ ജോബ് ഓഫറിന് എത്ര പോയിൻ്റ് കിട്ടും, പ്രൊവിൻഷ്യൽ നോമിനിക്ക് എത്ര പോയിൻ്റ് കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂട്ടി വന്ന് കഴിഞ്ഞാൽ അതാ 1200 പോയിന്റിൽ ഡ്യൂ ആയി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിനെക്കുറിച്ച് CRSനെ കുറിച്ച് ഏകദേശമല്ല മൊത്തത്തിലൊരു ഐഡിയ ആയില്ലേ. നമുക്കിനി കുറച്ചും കൂടിയും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇതിനും ഒരു ഓൺലൈൻ ടൂളുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനത് സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം, ഒരു ചെറിയ വീഡിയോ ഒക്കെ പറഞ്ഞുതരാം. ഓൺലൈൻ ടൂൾ വഴി എങ്ങനെയാണ് നമ്മുടെ CRS പോയിന്റ് നമ്മൾ നോക്കുക എന്നുള്ളത്. നമ്മളിതിൻ്റെ കഥകളൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഇത് ഇപ്പം തന്നെ വളരെയധികം ലെങ്തി ആയി. നമ്മുടെ ഇന്നത്തെ വീഡിയോയും പതിവ് പോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പിടിച്ചൊന്ന് അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തി അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അടിയിൽ കമൻ്റായിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിട്ടുപോയ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സൈനിങ് ഓഫ് ഫ്രം ലിവോയാസിസ്.